സ്കീമിൽ MBBS BDS കോഴ്സുകളുടെ സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി ഫില്ലിങ്ങിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, 2024-25 അക്കാഡമിക് ഇയറിലെ MBBS BDS കോഴ്സുകളുടെ സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ്, അതായത് ഒരു സ്ട്രേ വേക്കൻസി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ബാക്കി വന്ന സീറ്റുകൾ ഫില്ല് ചെയ്യാനാണ് ഇപ്പോൾ ഈ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഇതിൽ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട സ്റ്റേറ്റിലെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് നവംബർ 27 ഉച്ചയ്ക്ക് 2 മണി വരെ ഓൺലൈനായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിൽ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ c.kerala.gov.in എന്നുള്ള സൈറ്റിൽ അവരുടെ ഹോം പേജിൽ കയറി സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള മെനു ക്ലിക്ക് ചെയ്യുക. ഓൺലൈനായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പ്രവേശനം നേടും എന്നുറപ്പുള്ള കോളേജും കോഴ്സും മാത്രമേ ഓപ്ഷനിൽ വെക്കാവൂ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. 3rd റൗണ്ടിൽ സ്റ്റേറ്റിലെ 3ാമത്തെ റൗണ്ടിലോ അല്ലെങ്കിൽ സ്ട്രേ വേക്കൻസിയിലോ അലോട്ട്മെൻറ്റ് കിട്ടുകയും കോളേജിൽ ജോയിൻ ചെയ്യുകയും ചെയ്തവർക്ക് ഇതിൽ പങ്കെടുക്കാൻ അർഹതയില്ല. അതേപോലെ 3rd റൗണ്ടിലോ അല്ലെങ്കിൽ സ്ട്രേ വേക്കൻസിയിലോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ പറ്റൂല. അതേപോലെ മുൻ റൗണ്ടുകളിൽ എപ്പോഴെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടുകയും പിന്നീട് ഒക്ടോബർ 15 ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം റിസൈൻ ചെയ്യുകയും ചെയ്ത കുട്ടികൾക്കും ഇതിൽ പങ്കെടുക്കാൻ അർഹതയില്ല. ഈ സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയാൽ അതിൽ പിന്നീട് വേറൊരു ചേഞ്ച് നടക്കൂല. അതായത് ഇനി ഒരു റൗണ്ട് വന്നാൽ നമുക്ക് സീറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ, ഇതൊന്നും സാധ്യമല്ല. അതേപോലെ സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവുള്ള MBBS BDS സീറ്റുകൾ ഈ റൗണ്ടിൽ തന്നെ, അതായത് ഒരു റൗണ്ട് നടന്നല്ലോ, ആ റൗണ്ടിന് ശേഷം ബാക്കി വരുന്ന എല്ലാ സീറ്റുകളും ഇതിൽ തന്നെയാണ് അവർ ഫില്ല് ചെയ്യുക. അതുകൊണ്ട് ഇനി വരാൻ സാധ്യതയുള്ളതും ഇതുവരെയുള്ള എല്ലാ വേക്കൻസിയും അവരിതിൽ ഫില്ല് ചെയ്യും. ഫേസ് 1, ഫേസ് 2, ഫേസ് 3 അതേപോലെ സ്ട്രേ വേക്കൻസി ഫില്ലിങ്, ഈ റൗണ്ടുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും ഇപ്പോഴും പ്രവേശനത്തിൽ തുടരുന്നവരായ കുട്ടികൾക്ക്, നിലവിൽ നിങ്ങളുടെ കയ്യിലൊരു സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇവർക്ക് ആർക്കും പങ്കെടുക്കാൻ അർഹതയില്ല. ഓൾറെഡി നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ കയ്യിലൊരു സീറ്റ് ഉണ്ടെങ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതുപോലെ സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിന് ശേഷം ഓൾ ഇന്ത്യ കോട്ടയിൽ പങ്കെടുത്തിട്ടുള്ളവരുടെ, അതായത് ഓൾ ഇന്ത്യയുടെ ഒരു സ്ട്രേ വേക്കൻസി നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റ് MCC സ്റ്റേറ്റിന് കൊടുക്കുകയും അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഓപ്ഷൻ വെച്ചാലും നിങ്ങൾക്കിവിടെ ജോയിൻ ചെയ്യാൻ പറ്റൂല. ഇനി ഇതിലൊരു രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. രജിസ്ട്രേഷൻ ഫീ എത്രയാണെന്ന് പറയാം. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ അടയ്ക്കാവുന്നതാണ്. വേക്കൻസിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഗവൺമെൻറ് MBBS അല്ലെങ്കിൽ ഗവൺമെൻറ് BDS മാത്രമാണ് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്നതെങ്കിൽ 10,000 രൂപയാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ടത്. ഇത് തിരിച്ചു കിട്ടിക്കോളും, അതിൻ്റെ ഡീറ്റെയിൽ പറയാം. അതേസമയം ഗവൺമെൻറ് MBBS BDS കൂടാതെ സെൽഫ് ഫിനാൻസിങ്ങിലെ MBBS BDS നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 50,000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ഈ SC/ST കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഫീസാനുകൂല്യമുള്ള മറ്റ് കാറ്റഗറി ആണെങ്കിൽ അവർ 5,000 രൂപ അടച്ചാൽ മതി. നേരെ തിരിച്ച് അവർ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ NRI അല്ലെങ്കിൽ മൈനോറിറ്റി സീറ്റ് ഓപ്ഷൻ വയ്ക്കുന്നുണ്ടെങ്കിൽ അവർ 50,000 രൂപ തന്നെ അടയ്ക്കണം. നേരെ തിരിച്ച് അവർ ഗവൺമെൻറ് സീറ്റുകൾക്ക് മാത്രമാണെങ്കിൽ 5,000 രൂപ അടച്ചാൽ മതിയാവും. ഇനി മുമ്പ് എപ്പോഴെങ്കിലും, ഇനിയിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു റൗണ്ടിൽ ഇതിന് മുമ്പ് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിരുന്നു, അതായത് നമ്മൾ പറഞ്ഞു ഒക്ടോബർ 15 ശേഷം റിസൈൻ ചെയ്തവരെയാണ് ഇതിൽ പങ്കെടുപ്പിക്കാത്തത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ റിസൈൻ ചെയ്തതാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ റിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി കുറേ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഫീസ് കഴിച്ചിട്ടുള്ള തുക നിങ്ങളിതിൽ അടച്ചാൽ മതി. എന്നാൽ നേരെ തിരിച്ച് നിങ്ങൾ ആയുഷ് കോഴ്സ്, ഇപ്പോൾ ആയുർവേദ, യോഗ അല്ലെങ്കിൽ യുനാനി പോലുള്ള കോഴ്സുകൾക്ക് വേണ്ടി, അതായത് അലൈഡ് കോഴ്സിനാണ് അടച്ചതെങ്കിൽ അത് ഇതിൽ പരിഗണിക്കില്ല. MBBS BDS വേണ്ടി നിങ്ങൾ അടച്ച തുക മാത്രമാണ് ഇതിൽ പരിഗണിക്കുക. ഇനി നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷന് വേണ്ടി കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽ അനുസരിച്ച് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങൾ എത്രയാണ് ഫീ അടയ്ക്കേണ്ടതെന്ന് കാണിക്കും. അതുകൊണ്ട് നിങ്ങൾ എത്രയാണ് അടയ്ക്കേണ്ടതെന്നുള്ള ടെൻഷൻ ആവണ്ട, അത് അവിടെ ഡിസ്പ്ലേ ഉണ്ടാവും. അതനുസരിച്ച് നിങ്ങൾ രജിസ്ട്രേഷൻ ഫീ അടച്ചാൽ മതി. ഇനി വൺസ് നിങ്ങൾ പേ ചെയ്തത് പിന്നെ അത് ചേഞ്ച് ചെയ്യാനോ, 50,000 അടച്ചു, ഇനി ഗവൺമെൻറ് മതി എന്ന് തീരുമാനിച്ച് 5,000 മാറ്റാൻ പറ്റില്ല. വൺസ് അടച്ചതാണെങ്കിൽ അടച്ചത് തന്നെ, അത് പിന്നീട് സീറ്റ് കിട്ടിയില്ലെങ്കിൽ റീഫണ്ട് ആയിക്കോളും. ഇനി അടയ്ക്കുന്ന രജിസ്ട്രേഷൻ ഫീ അതിനെന്ത് സംഭവിക്കും നോക്കുക. ഗവൺമെൻറ് മെഡിക്കൽ അല്ലെങ്കിൽ ഡെൻ്റൽ കോളേജിൽ സ്പെഷ്യൽ സ്ട്രേ വേക്കൻസിയിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ തുക ഫീസ് ഇനത്തിൽ വകയിരുത്തും. ഇനി നേരെ തിരിച്ച് അലോട്ട്മെൻറ്റ് നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പ്രോഗ്രാം കഴിയുന്ന മുറയ്ക്ക് നിങ്ങൾക്കത് റീഫണ്ട് ചെയ്യുകയും ചെയ്യും. അതേപോലെ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ അല്ലെങ്കിൽ ഡെൻ്റൽ കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾക്ക് റീഫണ്ട് ആയിക്കോളും. നിങ്ങൾ അവിടെ വേറെ ഫീ അടച്ചാൽ മതിയാവും. അതുകൊണ്ട് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടില്ല. നിങ്ങൾ ഫീസ് അല്ലെങ്കിൽ സീറ്റ് നഷ്ടപ്പെടുത്തിയാൽ മാത്രമാണ് നിങ്ങളുടെ ഫീസ് നഷ്ടപ്പെടുക, ഇല്ലെങ്കിൽ അത് റീഫണ്ട് ആയിക്കോളും. ഇനി ഈ സ്ട്രേ വേക്കൻസി ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ
അതുപോലെ തന്നെ മുമ്പ് ഏതെങ്കിലും റൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് ഇപ്പം നിങ്ങൾ പോയി റിസൈൻ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ഇതുവരെ നിങ്ങൾ അടച്ച എല്ലാ തുകയും നഷ്ടപ്പെടും. മാത്രമല്ല നിങ്ങൾ കോമ്പൻസേഷൻ അടയ്ക്കേണ്ടതും വരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ പോകുമെന്നുള്ള ഓപ്ഷനെ നിങ്ങൾ വെക്കാവൂ. നവംബർ 25 രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. നവംബർ 27 ഉച്ചയ്ക്ക് 2 മണി വരെ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട്. 27 നവംബർ 27 നിങ്ങൾക്ക് ടെമ്പററി പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരും. 28 ഫൈനൽ അലോട്ട്മെൻറ്റ് വരും. 29 തുടങ്ങി ഡിസംബർ 2 വരെയുള്ള സമയത്ത് 1 മണി വരെ നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള സമയവുമുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കോമൺ ആയിട്ട് എല്ലാ മെസ്സേജുകളും ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.